നിലംപറ്റി വളരുന്ന പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് തഴുതാമ. ശാസ്ത്രീയ നാമം ബോയർഹേവിയ ഡിഫ്യൂസ എന്നാണ്. ഇതിനെ സംസ്കൃതത്തിൽ പുനർനവ എന്നും വിളിക്കുന്നു. ആയുർവേദത്തിൽ ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ഏറ്റവും മികച്ച സസ്യങ്ങളിലൊന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. തഴുതാമയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ. പ്രധാന തരങ്ങൾ: പൂക്കളുടെ നിറമനുസരിച്ച് വെളുത്തത്, ചുവപ്പ്, നീല, ഇളം പച്ച എന്നിങ്ങനെ 4 തരത്തിൽ ഇവ കാണപ്പെടുന്നു. ഔഷധ ഗുണങ്ങൾ: വേര്, ഇല എന്നിവയുൾപ്പെടെ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും ഔഷധ ഗുണമുള്ളതാണ്. ശരീരത്തിലെ നീര് കുറയ്ക്കാനും മൂത്രസംബന്ധമായ രോഗങ്ങൾക്കും മഞ്ഞപ്പിത്തം ചികിത്സിക്കാനും ഇത് ഉപയോഗിക്കുന്നു. തഴുതാമയുടെ ഇലകൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് തോരനായും കറികളായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. വെളുപ്പ് നിറമുള്ള പൂക്കളുള്ള ഒരിനം തഴുതാമയാണ് വെളുത്ത തഴുതാമ. ചെടി മുഴുവനായും മരുന്നായി ഉപയോഗിക്കുന്നു. ഇലകൾ ഭക്ഷ്യയോഗ്യവുമാണ്. തഴുതാമയുടെ ഔഷധ പ്രയോഗങ്ങളും അത് വീട്ടിൽ കൃഷി ചെയ്യേണ്ട രീതിയും എങ്ങനെയാണെന്ന് നോക്കാം. ഔഷധ പ്രയോഗങ്ങൾ: തഴുതാമയുടെ വേരും ഇലയുമാണ് പ്രധാനമായും ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ശരീരത്തിലെ നീര് കുറയ്ക്കാൻ തഴുതാമ സമൂല അഥവാ മുഴുവനായി കഷായം വെച്ച് കഴിക്കുന്നത് ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കും. വൃക്കകളുടെ ആരോഗ്യത്തിന് മൂത്രതടസ്സം മാറ്റാനും മൂത്രാശയ രോഗങ്ങൾ സുഖപ്പെടുത്താനും ഇതിൻ്റെ നീര് ഉത്തമമാണ്. രക്തശുദ്ധിക്ക് ഇതിൻ്റെ ഇലകൾ തോരൻ വെച്ച് കഴിക്കുന്നത് രക്തം ശുദ്ധീകരിക്കാൻ സഹായിക്കും. കണ്ണിൻ്റെ ആരോഗ്യത്തിന് തഴുതാമയുടെ വേരരച്ച് തേനിൽ ചാലിച്ച് കണ്ണിലെഴുതുന്നത് കണ്ണ് രോഗങ്ങൾക്ക് ആശ്വാസം നൽകും. കൃഷി ചെയ്യുന്ന രീതി: തഴുതാമ വളരെ എളുപ്പത്തിൽ വീട്ടിൽ വളർത്താൻ കഴിയുന്ന ഒരു സസ്യമാണ്. നടീൽ വസ്തു എന്ന് പറയുന്നത് തഴുതാമയുടെ മുറ്റിയ തണ്ടുകളോ വിത്തുകളോ ഉപയോഗിച്ച് ഇത് വളർത്താം. തണ്ടുകൾ മുറിച്ച് നടുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ചേർത്ത മണൽ കലർന്ന മണ്ണിൽ ഇത് നന്നായി വളരും. ഗ്രോ ബാഗുകളിലും നടാം. തുടക്കത്തിൽ മിതമായി നനയ്ക്കണം. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. തഴുതാമയ്ക്ക് വളരാൻ നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. വള്ളികൾ പടർന്നു തുടങ്ങുമ്പോൾ ആവശ്യമെങ്കിൽ പ്രൂൺ ചെയ്തു കൊടുക്കാം. ആവശ്യമായ സാധനങ്ങൾ: തഴുതാമ സമൂലം എടുക്കുക, ഒരു പിടി തഴുതാമ കഴുകി വൃത്തിയാക്കിയത്, വെള്ളം 4 ഗ്ലാസ്. തയ്യാറാക്കുന്ന രീതി: കഷായം വയ്ക്കാൻ എടുത്ത തഴുതാമ ചെറുതായി ചതച്ചെടുക്കുക. ഇത് 4 ഗ്ലാസ് വെള്ളമൊഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കുക. ഇടത്തരം തീയിൽ തിളപ്പിച്ച് 4 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ്സായി വറ്റിച്ചെടുക്കുക. അതിനുശേഷം ഇതൊരു അരിപ്പയിൽ ഒഴിച്ച് അരിച്ചെടുക്കുക. കഴിക്കേണ്ട രീതി: രാവിലെയും വൈകുന്നേരവും 1/2 ഗ്ലാസ് വീതം ഭക്ഷണത്തിന് മുൻപ് കഴിക്കുന്നതാണ് കൂടുതൽ ഉചിതം. ശ്രദ്ധിക്കുക, ഏതൊരു ആയുർവേദ ഔഷധവും കൃത്യമായ അളവിൽ കഴിക്കുന്നതിനായി ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് എപ്പോഴും നല്ലതാണ്. തഴുതാമ ചേർത്തുണ്ടാക്കുന്നതാണ് പുനർനവാദി കഷായം. ആയുർവേദത്തിൽ ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനും വൃക്ക, കരൾ എന്നിവയുടെ ആരോഗ്യത്തിനും ഉപയോഗിക്കുന്ന ഒരു പ്രമുഖ ഔഷധക്കൂട്ടാണ് പുനർനവാദി കഷായം. തഴുതാമ അഥവാ പുനർനവ പ്രധാന ചേരുവയായി വരുന്ന ഈ കഷായത്തെ പുനർനവാഷ്ടകം എന്നും വിളിക്കാറുണ്ട്. കാരണം ഇതിൽ പ്രധാനമായും 8 ഔഷധ ചെടികളാണ് അടങ്ങിയിരിക്കുന്നത്. പുനർനവാദി കഷായത്തിൻ്റെ ഗുണങ്ങൾ: ശരീരത്തിലെ നീര് കുറയ്ക്കുന്നു. വൃക്കകളുടെയോ കരളിൻ്റെയോ തകരാറുകൾ മൂലവും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ മൂലവും ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് കുറയ്ക്കാൻ ഇത് വളരെ ഫലപ്രദമാണ്. വൃക്കകളുടെ ആരോഗ്യത്തിന് ഇതൊരു മികച്ച സ്വാഭാവിക മൂത്രവർദ്ധക ഔഷധമാണ്. മൂത്രത്തിലൂടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നു. രക്തക്കുറവും പരിഹരിക്കുന്നു. ശരീരത്തിൽ രക്തം കുറയുന്നത് മൂലമുണ്ടാകുന്ന വിളർച്ചയും അതോടൊപ്പമുള്ള നീരും മാറ്റാൻ സഹായിക്കുന്നു. കരളിൻ്റെ സംരക്ഷണം: മഞ്ഞപ്പിത്തം പോലുള്ള കരൾ രോഗങ്ങൾ തടയാനും കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഇത് ഉപയോഗിക്കുന്നു. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ: വിട്ടുമാറാത്ത ചുമ, ശ്വാസമുട്ടൽ,
പനി എന്നിവയ്ക്കും ആശ്വാസം നൽകുന്നു. ആവശ്യമായ പ്രധാന ചേരുവകൾ. പരമ്പരാഗതമായി 8 ഔഷധങ്ങൾ തുല്യ അളവിലെടുത്താണ് ഇത് തയ്യാറാക്കുന്നത്. തഴുതാമ വേര്, വേപ്പിൻ തൊലി, പടവലം, ചുക്ക്, കടുരോഹിണി, ചിറ്റമൃത്, ദേവദാരു, കടുക്ക. തയ്യാറാക്കുന്ന വിധം. മുകളിൽ പറഞ്ഞ 8 ഔഷധങ്ങളും ഉണക്കി നന്നായി ചതച്ച് ഒന്നിച്ച് കൂട്ടി കഷായ ചൂർണം തയ്യാറാക്കുക. ഇതിൽ നിന്നും ഏകദേശം 30 ഗ്രാം ചൂർണമെടുക്കുക. ഇതിലേക്ക് 16 ഇരട്ടി വെള്ളം, ഏകദേശം 480 ml ചേർക്കുക. പാത്രം അടുപ്പത്ത് വെച്ച് ചെറിയ തീയിൽ തിളപ്പിക്കുക. പാത്രം പൂർണ്ണമായി മൂടരുത്. ഈ വെള്ളം തിളച്ച് 1/4 വറ്റുന്നത് വരെ തിളപ്പിക്കണം. അതായത് 480 മില്ലി വെള്ളം ഏതാണ്ട് 120 മില്ലി ആകണം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് ചെറു ചൂടോടെ വൃത്തിയുള്ള തുണിയിലോ അരിപ്പയിലോ അരിച്ചെടുക്കുക. ഉപയോഗിക്കേണ്ട ക്രമം. മുതിർന്നവർക്ക് സാധാരണയായി 15 മില്ലി കഷായത്തിൽ 3 ഇരട്ടി ചെറു ചൂടുവെള്ളം ചേർത്ത് കഴിക്കാം. രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിന് 1 മണിക്കൂർ മുൻപ് വെറും വയറ്റിൽ കഴിക്കുക. കോൺക്രീറ്റ് ടൈൽ സംസ്കാരം വളർന്നു വന്നതോടെ മുറ്റവും പറമ്പും തോടുകളും പാടങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തഴുതാമയും വംശനാശ ഭീഷണി നേരിടുകയാണ്. അങ്ങാടി മരുന്ന് കടകളിലാണ് തഴുതാമയുടെ ഇപ്പോൾ സ്ഥാനം. തഴുതാമ വേര്, കച്ചോലം, ചുക്ക് ഇവയ്ക്കൊപ്പം കഷായമാക്കി കുടിച്ചാൽ ആമവാദം മാറും. തഴുതാമയുടെ ഇല തോരൻ വെച്ച് കഴിക്കുന്നത് ആമവാദം, നീര് എന്നിവയ്ക്ക് ശമനമുണ്ടാക്കും. 15 തഴുതാമ ഇലയും 30 ചെറുള ഇലയും കുമ്പളങ്ങ നീരിലരച്ച് 2 നേരവും സേവിച്ചാൽ കിഡ്നി പ്രവർത്തനം ഉദ്ദീപിക്കപ്പെടുകയും മൂത്രാശയക്കല്ല് അലിഞ്ഞു പോവുകയും ചെയ്യും. സമൂലമരച്ച് 5 ഗ്രാം വീതം 2 നേരവും കഴിച്ചാൽ വിഷവും നീരും ശമിക്കും. ഹൃദയത്തെയും വൃക്കയെയും ഒരുപോലെ ഉത്തേജിപ്പിച്ച് പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്ന ഒരു ഔഷധ സസ്യമാണ് തഴുതാമ. കഫത്തോട് കൂടിയ ചുമ മാറാൻ തഴുതാമ വേരും വയമ്പും കൂടി അരച്ച് തേൻ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. വൃക്ക രോഗങ്ങൾ മാറിക്കിട്ടാൻ തഴുതാമ സമൂലമെടുത്ത് പിഴിഞ്ഞരച്ച നീര് 15 ml വീതം രാവിലെയും വൈകിട്ടും ഉപയോഗിക്കുന്നത് നല്ലതാണ്. വെളുത്ത തഴുതാമ സമൂലം ഇടിച്ച് പിഴിഞ്ഞ് നല്ലതുപോലെ അരിച്ച് മുലപ്പാൽ ചേർത്ത് കണ്ണിലൊഴിച്ചാൽ കണ്ണിലെ ചൊറിച്ചിൽ മാറും. തഴുതാമ നീര് തേനിൽ ചാലിച്ചിട്ടാൽ കണ്ണിലെ വെള്ളമൊലിപ്പ് മാറിക്കിട്ടും. തഴുതാമ സമൂലം ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മൂത്രതടസ്സം, വായ്പുണ്ണ്, അർശസ് ഇവയ്ക്ക് കുറവ് കിട്ടും. മൂത്രക്കുറവിനും തഴുതാമ മരുന്നായി ഉപയോഗിക്കുന്നു. രക്തക്കുറവ് കൊണ്ടുള്ള നീര് ശമിക്കാൻ ഇതിൻ്റെ വേര് അരച്ച് പാലിൽ കലക്കി കുടിക്കുക. വൃക്കയിലെ കല്ലിന് തഴുതാമയും വയൽ ചുള്ളിയും കഷായം വെച്ച് കുടിക്കുക. ഇതിൻ്റെ ചില ഔഷധ ഗുണങ്ങൾ തീർച്ചയായും നിങ്ങളെയും തഴുതാമ ആരാധകർ ആക്കാതിരിക്കില്ല.